കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുതങ്ങളും ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ആൾക്കാരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ ചെയ്തു പോകുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് പ്രഭാകരൻ അണ്ണനാണ്. പ്രഭാകരൻ അണ്ണനെ എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ വളരെ കൊച്ചു പ്രായം തൊട്ട് കാണുന്ന ആളാണ് പ്രഭാകരൻ. മറ്റൊന്ന്, ഭഗവാന്റെ ക്ഷേത്രത്തിലെ ഞാനിവിടെ കൊച്ചിലെ വരുന്ന സമയത്ത് ഇവിടുത്തെ പൂജാരിയാണ്. അപ്പോൾ ഭഗവാൻ പ്രതിഷ്ഠിച്ച അല്ലെങ്കിൽ ഭഗവാന്റെ മൂലക്ഷേത്രത്തിലെ പൂജ ചെയ്ത് വന്ന ആളാണ്. നമ്മളെ ചിന്താലയ ആശ്രമവുമായി ഒരു കാമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ തൊട്ട് വിളിപാട് അകലെ തൊട്ട് മുമ്പെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ താമസിക്കുന്ന ആളാണ്. അതാണ് പ്രഭാകരനെ എല്ലാവർക്കും അറിയാവുന്നത്. ഇവിടുത്തെ എന്തൊരു ചെറിയ കാര്യങ്ങളിൽ വരെ, ഇവിടുത്തെ എന്ത് കാര്യത്തിനും, കാരണം ഒരു വിളിപാട് ഇവിടുന്ന് പ്രഭാകരനെ വിളിച്ചാൽ മതി, വിളി കേട്ട് ഓടി വരുന്ന ദൂരത്തിലാണ് താമസിക്കുന്നത്. അതുമാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അണ്ണനും എൻ്റെ കുടുംബവും പ്രത്യേകിച്ച് ചേച്ചിയും ഈ ആശ്രമത്തിലെ നിത്യ സന്ദർശകരാണ്. അപ്പോൾ അണ്ണനാണ് ഇന്ന് നമുക്ക് എന്നുവെച്ചാൽ ഭഗവാനുമായിട്ട് അത്ര ബന്ധം, ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ബന്ധമുള്ളവരും, അല്ലാതെ പല ബന്ധമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവരൊക്കെ പല സമയങ്ങളിൽ വന്നു, പല സമയങ്ങളിൽ നിന്ന് പോയി. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ കാണുന്ന വ്യക്തികളിൽ ഒരാളാണ് പ്രഭാകരൻ. അപ്പോൾ അണ്ണനാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. അണ്ണനെ ഈ ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഈ ചാനലിൽ നഷ്ടമായി മാറും. അതുകൊണ്ട് ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഭഗവാനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഇതിനപ്പുറത്താണ് അങ്ങയുടെ അറിവ്. അതോ അറിവിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ഓം ഗുരുർബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗംഗണപതേ നമഃ. നരരൂപം ധരിച്ചോരു പരമാത്മസ്വരൂപനാം ചിന്താലേശായ സംസാഷ്ടാംഗം പ്രണമിച്ചിടാം. അപ്പോൾ അണ്ണനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അണ്ണൻ്റെ കൊച്ചിലേത്തുള്ള അനുഭവങ്ങളും ബാക്കി കാര്യങ്ങളും ഭക്തർക്ക് വേണ്ടി എന്താ അറിവ് എന്ന് പറയണം. ഭഗവാനെ ചിന്താലേശ കൊച്ചിലെ എന്ന് വെച്ചാൽ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇവിടെ വന്നതാണ്. വരേണ്ടത് കാരണമെന്ന് വെച്ചാൽ
ഞാൻ രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് സ്വപ്നം കാണും ഭഗവാനെ. നമ്മൾ കള്ളിക്കാട്ടാണ് കത്തി കാച്ചിട്ട് വെള്ളിയാഴ്ച വൈകുന്നിട്ട് വരുള്ളൂ, എനിക്കറിയാം. അപ്പോൾ വൈകിട്ട് വരുമ്പോഴത്തേക്ക് രാത്രി ഇവിടെ കിടക്കുമ്പോൾ സ്വപ്നം കാണും ഇവിടെ ഉണ്ടെന്ന്. രാവിലെ വരുമ്പോഴത്തേക്ക് പ്രവാര എന്ന് പറഞ്ഞിട്ട് അന്ന് പയറും ഉള്ളിയും കുരുമുളകും കൂടെ ഇട്ട് അല്ല വറ്റൽമുളകും കൂടെ ഇട്ടാണ് കഞ്ഞി വയ്ക്കുന്നത്. ഒരു പാത്രം കോരി വെച്ചിരിക്കും, തലേ ദിവസം കോരി വയ്ക്കുന്നതാണ്. പിറ്റേന്ന് എനിക്ക് എടുത്ത് തരും, അത് കഴിക്കും. യഥാർത്ഥത്തിൽ വിശപ്പ് ദാഹവും തീർന്നത് അതിന് ശേഷമാണ്. വീട്ടിൽ ദാരിദ്ര്യമാണ്, കുടുംബത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ആണ്. ഞങ്ങൾ 10 പേരാണ്, അതിൽ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ. ആ ഒരു ബന്ധം അങ്ങനെ അന്നും ഇന്നും നടന്നു വരും, ഇന്നും അതേപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭഗവാനെ കുറിച്ച് ഒരു 2 വാക്കുകൂടെ പറയാണ്ടിരിക്കണം. ഭഗവാന്റെ കുടുംബത്തിനെ പറ്റി പറയാമല്ലോ. തീർച്ചയായിട്ടും പറയാം. പിന്നെ അറിഞ്ഞൂടാത്ത പലർക്കും ഉണ്ട്. 100%. അദ്ദേഹം എട്ടാമത്തെ പുത്രനാണ്, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. 8 പേരുണ്ടായിരുന്നു, അതിൽ 4 പേര് ഇടയ്ക്ക് മരിച്ചുപോയി. 8ാമത്തെ പുത്രനാണ് ഭഗവാൻ. എൻ്റെ ചരിത്രം പണിയൂലെ ദേവീക്ഷേത്രത്തിലാണ് പ്രസവിക്കുന്നത്. അവിടെ നിന്നാണ് ഇഞ്ഞു വരുന്നത്. അമ്മ ഒരു 10-18 ദിവസങ്ങളുണ്ട് ഇതിൽ ഇഞ്ഞു വന്നിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അന്നേ തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞറിയാം. പിന്നെ എൻ്റെ ചരിത്രത്തിലാണെങ്കിൽ അമ്മയെ പ്രസവിച്ച് കിടന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുടുംബം അമ്മയായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കുടുംബമായിട്ട് വലിയ അടുപ്പമാണ്. അമ്മ പ്രസവത്തിൻ്റെ ഒക്കെ നോക്കാൻ പോകും. അപ്പം അദ്ദേഹം എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. കൊച്ചിയിലെ കുഞ്ഞിനായിരുന്നപ്പോഴും എന്നെ കണ്ടിട്ടുണ്ട്. അന്ന് ഇവിടെ പലയിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞു കേട്ടതാണ്. കുഞ്ഞായിരുന്നപ്പോഴും നിന്നെ വന്ന് കണ്ടിട്ടുണ്ടേ ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ട് ഞാൻ ഇവിടെ ജീവിക്കുകയാണ്, വന്നു പോയല്ലേ, ജീവിക്കുകയാണ്, ആശ്രമമായിട്ട് ജീവിക്കുകയാണ്. അതിനുശേഷം എനിക്ക് മുമ്പേ പിന്നെ കുഞ്ഞുകണ്ടാക്കെന്ന് പറഞ്ഞു ഒരു കാര്യങ്ങളുണ്ട്. ഭഗവാന്റെ ചേട്ടൻ വേലുമേശി എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹമാണ് കുറച്ച് ദിവസം വിളക്ക് എത്തിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞുകണ്ടാക്കെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ വിളിച്ച് വിളക്കെത്തിക്കാൻ പറഞ്ഞു. അന്ന് വെള്ളം ഇവിടെ ഇല്ല. വെള്ളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോയി നോക്കത്തിന് വെള്ളവും പച്ചവെള്ളം കൊണ്ടാണ് വരുന്നത്. ഞാൻ പറയണത് താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനും വയ്യാതായപ്പോഴത്തേക്കാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് വിളക്ക് എത്തിക്കാനായി. അന്ന് തൊട്ട് കുറേ 10, 30, 32, 35 വർഷം വരെ ഞാൻ വിളക്ക് എത്തി. വിളക്ക് എത്തിക്കുന്ന സമയത്ത് എനിക്കറിയാവും, എനിക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. കൊച്ചിലെ അന്ന് വിളക്ക് എത്തിക്കുക മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്തത്. അന്നത്തെ കുറേ കൊച്ചുകുട്ടികളുണ്ട്. അന്ന് പിന്നെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, ഇപ്പോഴും വരുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ മക്കളായവരുണ്ട്. അടുത്ത ചാനലിൽ സംസാരിക്കാൻ ഒരു കുട്ടി വന്നിട്ടുണ്ട്, അവൾ കാര്യങ്ങൾ പറയും. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അന്ന് വെള്ളമില്ല ഇവിടെ, രാത്രി പകലും വെള്ളമില്ല. വെളുപ്പാൻ 3 മണിക്ക് ഗണോദ്യമത്തിന് വേണ്ടി താഴെ തോപ്പിൽ പോയി കുളിച്ചിട്ട് അവിടെ നിന്ന് വെള്ളവും കൊണ്ടുവന്നിട്ടാണ് നട തുറന്ന് എല്ലാം ചെയ്തിട്ട് ഗണോദ്യമം ഞാൻ ചെയ്യും. പിന്നെ ഞാൻ എനിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ഞങ്ങൾ റബ്ബർ വെട്ടാൻ പോകും. ടാപ്പിംഗാണ് ഇന്നും എനിക്ക് ജോലിയുണ്ട്. ഇന്നും വെട്ടാൻ പോയിട്ടാണ് ഞാൻ വന്നത്. ആ കണക്കിന് ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ. അതിലൊരു മാറ്റവും എനിക്ക് വന്നിട്ടില്ല. ഭഗവാന്റെ കാര്യം കൊണ്ട് അന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു, പ്രഭാര നീ ദൂരെ എങ്ങും പോകണ്ട, നീ ഇവിടെ എവിടെയും കിടയാ, 2 സെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 2 സെൻറ്റ് എന്ന് പറഞ്ഞ് 20 സെൻറ്റാണ് വാങ്ങിച്ചത്. അതാണ് അവിടെ വാങ്ങിച്ച് വീടും വെച്ച്. അതിന് മുമ്പേ അപ്പുറത്ത് നമ്മൾ കടയുണ്ടല്ലോ, അവിടെയാണ് താമസിച്ചത്. കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ വീട്ടില്ല, ചേട്ടൻ്റെ വീട്ടിലാണ് കല്യാണം കഴിച്ച് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടേ നീ അവിടെ താമസിച്ചോ, വീട് വയ്ക്കുന്നേരം അവിടെ താമസിച്ചു. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഇവിടെ സ്ഥലം വാങ്ങിക്കുന്നതും വീട് വയ്ക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അന്ന് ആ വീട് ഉണ്ടായിരുന്നു, ചെറിയ വീടാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ പുതിയ വീടൊക്കെ വെച്ച് ഇത് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഭഗവാന്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും നമുക്ക് കുറേ കാര്യം നിങ്ങൾക്ക് അറിയാം. ആദ്യകാലത്ത് കള്ളിക്കാട്ട് അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയാം. തീർച്ചയായിട്ടും ഇവിടുത്തെ അനുഭവങ്ങളും കുറേ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം. അന്ന് നമ്മൾ ആദ്യം വരുമ്പോഴേ കള്ളിക്കാട്ട് റോഡിൽ ഇരുന്നല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കും. അത്രേ ഉള്ളൂ, റോഡിൽ ഇരുന്ന് കഴിക്കാൻ അവിടെ സൗകര്യമുള്ളൂ. ഇന്ന് വരുന്നവർക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ട്, ഇവിടെ അവിടെ ഒരു കുറവുമില്ല. സർവ്വസാധനവും എല്ലാവർക്കും ഉണ്ട്, ഇഷ്ടംപോലെ എല്ലാം കഴിക്കാം. ആദ്യമായിട്ട് നമ്മൾ 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്ന താഴെ തന്നെ ആ കിണറ് കെട്ടി കേസായി. അത് അന്നത്തെ സെക്രട്ടറിയാണ് കേസ് കൊടുക്കുന്നത്. അതെ, എനിക്കറിയാം. ആ കേസിന് ഞാനും പാറയ്ക്ക സാറും പറഞ്ഞ ആളുണ്ട്, ശ്രീധരൻപിള്ള സാർ. എത്ര കാലം നെടുവങ്ങാട്ട് കോടതിയിൽ പോയെന്നറിയാം. അതിൻ്റെ ശേഷമാണ് ഈ അവിടെ കമ്മീഷൻ വന്നത്. കോടതിയിൽ നിന്ന് കമ്മീഷൻ വന്നു. കമ്മീഷൻ വന്നപ്പോഴത്തേക്ക് ഈ നാട്ടുകാർ പാർട്ടിക്കാരെല്ലാം അവരുടെ കൂടെ അങ്ങായി. ഇവിടെ നിന്ന് സഹകരിച്ചുകൊണ്ടിരുന്ന പയ്യന്മാരും കുറേ ആൾക്കാരും അവരുടെ കൂടെ പോയി. അതിനുശേഷം അവരിങ്ങോട്ട് വരാറില്ല. അതിനുശേഷം ഇപ്പോൾ പിന്നെ വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കൈമാരൊക്കെ വന്നപ്പോൾ അത് സഹകരിക്കുന്നവർ എല്ലാ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. അതായിരുന്നു അന്നത്തെ കാര്യം. ഭഗവാന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയത്തക്ക കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളും ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 8 പേർ, ഞാൻ പറഞ്ഞു 8-ൽ 8ാമത്തെ മകനാണ് ഭഗവാൻ. എൻ്റെ ചേട്ടനും അദ്ദേഹവും ഒരേ പ്രായക്കാരൻ, സുകുമാരൻ എന്ന് പറയുന്നതാണ് എൻ്റെ ചേട്ടൻ. അദ്ദേഹം അതിന് ഒരു കാരണം പറഞ്ഞുതരാം.
ശിവഗിരിയിൽ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ശിവഗിരിയിൽ ഒരു അവിടെ ഭഗവാൻ കിടക്കുകയായിരുന്നു. ഇവിടെ പോയിട്ടൊന്ന് അവിടെ പോയി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നു, സുകുമാരൻ എന്നാണ് ചേട്ടൻ. അവിടെ ചെന്നു, നീ ഇവിടെ പോട്ടെ, അത് ഇവിടെ വന്ന് കാണാൻ. എൻ്റെ നിന്നെ തരവൊന്നുമില്ല, ഒരു രാമായണമുണ്ട്, വെച്ചോ എന്ന് പറഞ്ഞു. അത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നപ്പോൾ എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നു. അതാണ് അദ്ദേഹം കൊടുത്തത് ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് അതിന് ശേഷം വേറൊരാളുണ്ട്, കൃഷ്ണൻ എന്ന് പറയും, അത് എൻ്റെ ചേട്ടനാണ്. ഞങ്ങൾ 10 പേരെന്നാണ് പറഞ്ഞു. അതിൽ വിൽപ്പാട്ടെന്ന് പറഞ്ഞൊരു കലാപരിപാടി കൂടെ ഉണ്ടായിരുന്നു നെല്ലിക്കാട്ടിൽ. വിൽപ്പാട്ട് ഇദ്ദേഹം പാടും, ഭഗവാൻ പാടും, എൻ്റെ ചേട്ടനും പാടും. അങ്ങനെ ഒരു കഥയുണ്ട്. അതിൽ കുറേ പേർക്ക് മിക്കുള്ളവർക്ക് അത് അറിഞ്ഞൂടാ. വിൽപ്പാട്ടിൻ്റെ കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതാണ് സംഭവം. പിന്നെ അതിൻ്റെ വില്ലടിച്ച ഒരാൾ ഇപ്പോഴും ഇവിടെ കാഞ്ഞാമ്പറ സുധാകരൻ പണിക്കർ എന്നുള്ള ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ മറ്റുള്ള കുറേ പേരൊക്കെ മരിച്ചുപോയി. പിന്നെ ഒരുപാട് ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ ഗണപതി ഭഗവാനെ പറ്റി പറയാതിരിക്കാൻ ഒക്കില്ല. മൂല ഗണപതി ഭഗവാനാണ്. അത് വലത് ഭാഗത്താണ് തുമ്പിക്കയിരിക്കുന്നത്. അതെല്ലാവർക്കും അറിഞ്ഞൂടാ. പ്രധാനപ്പെട്ട അറിയത്തക്ക ആൾക്കാർ വന്നതിന് വിളിച്ചാൽ വിളിയാക്കുന്ന ഭഗവാനാണ്. ഗണപതി കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. നമുക്ക് എന്നും ഭഗവാന്റെ ഒരു മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഗണപതി ക്ഷേത്രം ആദ്യമായിട്ട് കിട്ടണത് സൈമൻ എന്ന് പറഞ്ഞ ആളിനെ അറിയാം. ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് ആദ്യം ആൽത്തറയായിരുന്നു. ആൽത്തറയിൽ പ്രതിഷ്ഠിച്ചാണ്, ഭഗവാൻ പ്രതിഷ്ഠിച്ചാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീടാണ് ആ കെട്ടം ഗോപുരം റൗണ്ട് ആയിട്ട് കെട്ടി. അങ്ങനെയാണ് ഇപ്പോൾ 2 സൈഡിലും കല്ല് വിളക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കല്ല് വിളക്ക് വെളിയിൽ കാണാനില്ല, അത് കാണാം, അകത്ത് ചേർന്നുകൊണ്ട് കാണാം. ഈ വിഗ്രഹം കാണണമെങ്കിൽ വലത് ഭാഗത്താണ് തുമ്പിക്ക്. വലംപിരി ഗണപതിയാണ്. അത് പ്രധാന കൂടെ പറയേണ്ട അറിയാമല്ലോ അതിനെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. അത് എല്ലാവർക്കും അറിഞ്ഞൂടാ, കാണാനും ഒക്കില്ല. ഇപ്പോഴും വരേണ്ട അകത്ത് കയറിയെങ്കിലേ കാണാം, പോറ്റിക്ക് കാണാം. നമ്മൾ ഞാനും ചെയ്ത എത്രയോ കാലം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബാക്കിൽ ഇരിക്കുന്ന അലങ്കാര ഗണപതി, അത് ആൾക്കാർ തൊഴുവാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതാണ്. പിന്നെ സമാധിയുടെ കാര്യം കൂടെ ഒന്നും കൂടെ പറഞ്ഞു, അതും കൂടെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറഞ്ഞാൽ ഡേറ്റ് വരെ എഴുതി 10 അടി താഴ്ചയിലാണ് ആ സമാധി കുഴി എടുത്തത്. അതും പിന്നെ ഞാനും കൂടെ വെട്ടിയിട്ടുണ്ട്. അന്ന് വെട്ടിയതാര് സൈമൻ എന്ന് പറഞ്ഞ ആൾ അറിയാമോ? അദ്ദേഹം അവിടെ നിന്ന് കത്തി കാച്ചിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കൂടെ പറയുമായിരുന്നു, എനിക്ക് മാത്രം ഇരിക്കാൻ ഒരു വീടുണ്ടാക്കണം, എനിക്ക് മാത്രം ഇരിക്കാൻ ഒരു വീടുണ്ടാക്കണം എന്ന് പറഞ്ഞ് പലപ്പോഴും പറഞ്ഞപ്പോൾ ഈ സൈമനായിട്ട് അത് ഞാൻ ചെയ്യാം എന്ന് പറയും. ഇവിടെ വന്ന് നിന്ന് നമ്മൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇദ്ദേഹം പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു കുഴി എടുക്കണം. എന്തിനാണ്? അത് വൈഡൂര്യമുണ്ട്, നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ്, സത്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചത്. 10 അടി താഴ്ചയിലാണ് കുഴി വെട്ടിയത്. അതിൻ്റെ പണി ചെയ്തത് മോശം മേശി എന്നുകൊണ്ട് കള്ളിക്കാട്ടുള്ള ഒരാളാണ്, കേട്ടിരിക്കും. പിന്നെ ഇവിടെ ഉള്ളൊരു ശശി മേശി എന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ അന്ന് ആ കുഴിയിൽ പിന്നെ പൂജയൊക്കെ ചെയ്ത് അടച്ച സമയത്ത് 4 ഗ്ലാസ് വെള്ളം വെച്ചിരുന്നു ഈ കുഴിക്കകത്ത്. യന്ത്രവും സമയം വരെ എഴുതി കുറേ ഹംസമന്ത്രം എഴുതി ഇട്ടിരുന്നു. അതിപ്പം ഈ സമയമായി കുഴി തുറന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 8 അടി കൂടുതൽ വെള്ളമാണ് കിടന്നത്. എങ്ങനെ വന്നു ഈ വെള്ളം? നല്ല കണ്ണീര് പോലെ തന്നെ. എനിക്ക് മാത്രം പറ്റും, ഒരു കുപ്പി എടുത്ത് വെച്ചേക്കാൻ മതി. എന്നിട്ട് ഞാൻ മറ്റേ മോഹൻ നായർ സാറിൻ്റെ പറഞ്ഞു, ഇതിന് ഒരു കുപ്പി എടുത്ത് വെച്ചാൽ നമ്മൾ ലാബിൽ കൊടുത്ത് അതൊന്നും വേണ്ട, എത്രയും കോരി തെങ്ങിൻ്റെ കുട്ടി ഒഴിക്കുക. എങ്ങനെ ആ വെള്ളം വന്നു? അത്ഭുതമല്ലേ അത്? 4 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. പിന്നെ ഒരു തുള്ളി വെള്ളം ഇല്ല. അതിനകത്ത് വീട്ട് വരാനില്ല, വേറെ ഉരുപ്പ് വരാനില്ല, ഒന്നുമില്ല. ഇതൊന്നും ആരും അന്ന് ശ്രദ്ധിച്ചില്ല, അതിനെപ്പറ്റി ആരും നോക്കിയത്. എനിക്കും ബുദ്ധിമുട്ടില്ല. ഒരു കുപ്പി എടുത്തോ എനിക്കും വയ്ക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാം പോയില്ല, നമുക്ക് പോയില്ല എങ്കിലും ആ ഒരു ശരീരവിയോഗം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ. തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിന് കുറേ എത്രയോ കാലം ഞാൻ ആഹാരം വെച്ച് കൊടുക്കാനും പിന്നെ തൈലമിട്ട് തടവാനും ആദ്യം അവിടെയാണ് കിടന്നത്. അന്ന് ഓലക്കെട്ടറുമായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് ഓലക്കെട്ടറുമായിരുന്നു. പച്ച കല്ല് കെട്ടി ഓലക്കെട്ടറത്തിലായിരുന്നു. ഗണപതി ഭഗവാനെ കുറിച്ച് ഇതും ഇതാണ്. പിന്നീടാണ് ഓല ഷെഡായിരുന്നതിന് ഫ്രണ്ടിൽ. പിന്നീടാണ് ദേവീക്ഷേത്രം വെച്ചപ്പോഴത്തേക്കും പിന്നെ നമ്മളെ കള്ളിക്കാട്ടെ ചെല്ലൈനാശ എന്ന് പറഞ്ഞ ആളാണ് ഗണപതി ചെയ്തത്. അന്ന് മക്കളുമാണ്, അവരാണ് ഈ ക്ഷേത്രം ചെയ്ത് കല്യാണം പിന്നെ ഉദ്ഘാടനത്തിന് ഞാൻ വന്നുകൂടെ പൊങ്കാല കഴിക്കാൻ. ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നല്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യം ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഇപ്പോഴും ആ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു സഹകരണം കുറവുണ്ട്. അറിയില്ലല്ലോ. ഇപ്പം പ്രഭാകരണ്ണം പറഞ്ഞു, ഇന്ന് ഭഗവാൻ
ജീവസമാധിയിലേക്ക് പ്രവേശിക്കുന്നതിന് എത്ര മുമ്പാണ് ഈ സമാധി കുഴി കുഴി ഉണ്ടാക്കിയത്? അതിൽ ഡേറ്റ് വരെ എഴുതി. അത് തന്നെ, അത് എത്ര വർഷത്തിന് മുമ്പായിരിക്കും? അത് അന്ന് ഡേറ്റ് അതിൽ എഴുതിയിരുന്നു. അത് 45 വർഷം എന്തോ, 45-50 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ സമാധിയാവുന്ന ഡേറ്റ് അതിൽ എഴുതി വെച്ചിരുന്നു. ഇന്ന ദിവസം ഞാൻ സമാധിയാവും എന്ന് എഴുതി. ഇത് സമാധി സ്ഥലം ഉണ്ടാക്കി അതിനകത്ത് ഇതെല്ലാം എഴുതി റെഡിയാക്കി വെച്ചിട്ടാണ് ഭഗവാൻ പോയത്. അതിന് പോലും അതാണ് അന്ന് ഭഗവാൻ പറഞ്ഞു, എനിക്കൊരു വീടുണ്ടാക്കണം. അദ്ദേഹത്തിന്റെ വീട് വീട്ടിൽ കയറി ഇരിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തിന്റെ വീടാണ് അത് വീടുണ്ടാക്കി. അതിനെ ഇനി നമ്മൾ ശല്യപ്പെടുത്താതെ മറ്റു കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ പ്രാർത്ഥനയ്ക്ക് ആൾ കൂടെ വളരെ കുറവാണ്. വൈകുന്നേരത്തേക്ക് ആൾ കുറവാണ്. ഈ പറയുമെങ്കിലും ആരുമില്ല വൈകുന്നേരം. ചിലപ്പോൾ 7:30 മണി വരെ ഞാൻ ഒറ്റയ്ക്കിരുന്നാവാൻ ചെല്ലേണ്ടി. പിന്നെ ഞാൻ വീട്ടിൽ ഇറങ്ങിപ്പോകും. ആരെങ്കിലും 2 പേര് വരണമെങ്കിൽ പോകും, അല്ലെങ്കിൽ ഇരിക്കും. അങ്ങനെ പോകും. നമുക്ക് ദൂരെ പോകാൻ നോക്കില്ല. എനിക്ക് ഇതിനിടയ്ക്ക് ഒരു കാര്യം, 36-38 വർഷങ്ങൾക്ക് ശേഷം ഞാൻ 4-5 ദിവസം ഈ രായി പോയിട്ട് കഴിഞ്ഞ തവണ ഇപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ അത്യാവശ്യത്തിന് പോകണം. ഞാൻ ഒരു 4 ദിവസം ഞാൻ പോയി ചെയ്യേണ്ടി വന്നു. ഭഗവാന്റെ നിയോഗമാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ നോക്കൂ. ഞാൻ കുടുംബമായി കഴിയണവനാണ്. അതെ, അത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അനുഭവസ്ഥനായ. അല്ല, അണ്ണൻ്റെ അനുഭവങ്ങൾ പോലെ. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നത്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ ഇവിടെ കൊച്ചിലെ തൊട്ട് വരുമ്പം കാണുന്ന ഒരു മുഖമാണ് പ്രഭാകരൻ്റെ മുഖം. അതിനുശേഷം ഇവിടെ എത്രയോ പേര് വന്നു, എത്രയോ പേര് പോയി. ഈ ആൾക്കാർക്കൊന്നും ശരിക്ക് പ്രഭാകരനെ അറിഞ്ഞൂടാ. നമ്മളെ അറിയണ്ട, ഭഗവാനെ അറിയാം. അല്ല, പ്രഭാകരനെ അറിഞ്ഞൂടാ എന്ന് വെച്ചാൽ അണ്ണനും ഇത്രയും സ്വാമിയുമായിട്ടുള്ള ദീർഘകാല ബന്ധത്തെക്കുറിച്ച് ആർക്കും അറിഞ്ഞൂടാ. അത് ഈ പൂജയും കഴിഞ്ഞിട്ട് റബ്ബർ വെട്ടാൻ പോയി, മുട്ടയെക്കൊട്ടാണ് വെട്ടാൻ പോകണം. അവിടെ നിന്ന് പോയിട്ട് പോത്തങ്കോട്ട് മധുവിൻ്റെ അത് സദാശിവം പിള്ള ചേട്ടൻ ഈശ്വരമണി ചായക്കടയുണ്ടാകും. അവിടെ പോയി ഞങ്ങൾ ദോശയെ മാറ്റി കൊച്ചുകുട്ടിയെ കൂടെ കൊണ്ടു കൊടുക്കും. മലക്കറി മാറ്റി അരിയും മാറ്റി കൊണ്ടുവന്നിട്ടാണ് കഞ്ഞി വയ്ക്കുന്നത്. എനിക്കറിയാം, അപ്പുറത്തെ പഴയ വീട്ടിൽ അമ്മയുടെ താമസത്തിന്. അതും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കഞ്ഞിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആഹാരം തികയില്ല. മുമ്പേ അദ്ദേഹത്തിന് കോരി വയ്ക്കും. അത് നമ്മൾ അദ്ദേഹം കഴിഞ്ഞതിന് ഞാനും കഴിക്കുള്ളൂ. ആരെങ്കിലും വരെയാണെങ്കിൽ പ്രഭാകരൻ ചോറുണ്ടോ തീർന്നാ എനിക്ക് വെച്ചെങ്ങനെ എടുത്തുകൊണ്ട് വന്നു, അതിൽ പകുതി വന്നോർക്കുള്ളൂ. ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കാലങ്ങൾ. അതിനു മുമ്പേ ഈ ജന്മനാളിൻ്റെ ആഘോഷങ്ങൾ പരിപാടികളിലൂടെ മൈക്ക് വെച്ച് വരെ ചെയ്തിട്ടുണ്ട്. ഹരേരാമ മന്ത്രം തുടങ്ങിയപ്പം മൈക്ക് വെച്ച് ഇതിനകത്ത് നാമം തുടങ്ങിയതാണ്. വിൽപ്പാട്ടുണ്ടായിരുന്നു രാത്രി. കുളത്തൂർ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അതെ, കുളത്തൂർ സ്വാമി. അതല്ല, അത് മറ്റേ തച്ച അല്ല, പേരും പറഞ്ഞതിൽ ഒരു അഡ്വക്കേറ്റ് തലേ കേശവൻ നായർ, അദ്ദേഹം ഗ്രൂപ്പ് കൂടെ വിൽപ്പാട്ടിൻ്റെ ആ കൂട്ടത്തിൽ വിൽപ്പാട്ടുണ്ടായിരുന്നു. അതൊക്കെ വളർത്തിയാണ്. പിന്നെ അവസാനം ഈ മൈക്കിൻ്റെ സൗണ്ട് കൂടെ പരിസരവാസികൾക്ക് അസുഖമുണ്ടപ്പോൾ അവർ പറഞ്ഞു മൈക്ക് വെച്ച് തരുമ്പോൾ ഇത് പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പരാതി വന്നു. അപ്പോഴദ്ദേഹം പറഞ്ഞിട്ട് ഇനി നമുക്ക് മൈക്ക് വേണ്ട, നാമം ഇതിനകത്ത് അടങ്ങി നിന്നാൽ നാട്ടുകാർ കേൾക്കാൻ വേണ്ടല്ലേ, പിന്നെ എന്തിനാ കേൾപ്പിക്കുന്നത്. അങ്ങനെയാണ് മൈക്ക് സെറ്റ് മതിയാക്കി. അതിന് മുമ്പ് സദ്യയും കാര്യങ്ങളും എല്ലാം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ കുറച്ച് പയ്യന്മാരെ പത്രമേ ഉള്ളൂ. ഞാനാണ് ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കണം, പൂജ ചെയ്യണം, സാധനം വാങ്ങിക്കണം, എല്ലാ കാര്യത്തിനും പാചകക്കാർ കൊണ്ടുവരണം, കൊടുക്കണം. പിന്നെ സദാശിവം പിള്ളയും കൂടെ സഹായത്തിന് വയ്ക്കും. ഇതിനിടയ്ക്ക് പൂലന്തറ 2 പേരുണ്ട്, ദിവാരം പിള്ളയും അർജുനൻ ഉണ്ടാക്കും. അവർ ഇവിടെ പറയാതിരിക്കും. സ്വാമിയുടെ പഠിച്ചാണെന്ന് തോന്നുന്നു. പഠിച്ചില്ല, അദ്ദേഹത്തിന് പഠിച്ചതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചെന്നുണ്ട്. പക്ഷേ സമപ്രായക്കാരും കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിനെ അറിയുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അച്ഛനും മറ്റൊക്കെ ഇദ്ദേഹത്തിന് പഠിച്ചത് ഞാൻ കോലിയങ്കോട്ട് സ്കൂളിൽ ആണ് അദ്ദേഹം പഠിക്കുന്നത്. 4ാം ക്ലാസ് വരെ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആ സമയത്താണ് ഈ 1-2 കുഞ്ഞുങ്ങളും മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ. അപ്പോഴും ആ സ്കൂളിൽ ചെല്ലാത്തതുകൊണ്ട് മാന്യൻ സാറെന്ന് പറയും, അയ്യപ്പൻപിള്ള സാറ്, അദ്ദേഹത്തിൻ്റെ സ്കൂളാണ്. അദ്ദേഹത്തിനെ പിടിച്ച് അടിയും കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ഇതൊക്കെ പറഞ്ഞ് എനിക്കറിയാവുന്നതാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കഥകൾ ചിലപ്പോൾ നാട്ടിലെ കഥകളൊക്കെ പറയും, ആരും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയില്ല. അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ തോന്നി ഒരുപാട് കഥകൾ പറയും. ആ ഇതിന് ഇത് കള്ളിക്കാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് പോത്തങ്കോട്ട് നെടുവങ്ങാട് ബസ്സിൽ ലാസ്റ്റ് വണ്ടി നെടുവങ്ങാട് ബസ്സിൽ ഞാനും മണിയനും ഈ കൃഷ്ണൻ ചെട്ടിയാരാന്നും കൂടെ അങ്ങനെ വന്നിട്ട് പോയിട്ടില്ല. മണിയൻ്റെ ചേട്ടൻ അവനും ഞാനും കൂടെ പോത്തങ്കോട്ട് ചെന്നേക്കും. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ഇതിലേ വരും. അന്ന് കുറേ പട്ടികളുണ്ട്, സൂക്ഷിക്കാവുന്ന. അതിന് ദോശയും കൂടെ മാറ്റി കൊടുക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് പട്ടികൾ വരും, അതിന് ദോശയും കൊടുക്കും, കഴിക്കും. പിന്നെ രാവിലെ തിങ്കളാഴ്ച രാവിലെ രാത്രിയാണ് വെളുപ്പിലെ അംഗത്തിൽ. ഞായറാഴ്ച വൈകുന്നേരം ചിലപ്പോൾ ഞായറാഴ്ച രാവിലെ പോകും. ഇവിടെ നടന്ന് തോപ്പി കാവി കൂടെ കയറി നടന്ന് തേക്കട വരെ നടന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചിലപ്പോൾ കാര്യം പറഞ്ഞു. പിന്നെ ബസ്സിലാണ് അങ്ങോട്ട് വരണം. അങ്ങനെ അടുത്ത ജീവിത ചരിത്രമുണ്ട്. അവിടുത്തെ കാര്യം കുറേ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയണ്ടല്ലോ. തീർച്ചയായിട്ടും അവിടുത്തെ അനുഭവങ്ങളും അമ്മ സ്വാമിയുടെ അമ്മ ഉണ്ടായിരുന്നപ്പം അതും പറയാം. അമ്മേരെ ഫോട്ടോ എടുക്കേണ്ട വന്നത് ഈ സൈവൻ എന്ന് പറഞ്ഞാളെയാണ് വിളിച്ചുകൊണ്ട് പോയി ഫോട്ടോ, അല്ലെങ്കിൽ അമ്മേരെ ഫോട്ടോ കാണില്ല.
അച്ഛൻ്റെ ഫോട്ടോ ഇല്ല, ചേട്ടൻ്റെ ഫോട്ടോ ഇല്ല. അമ്മയുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ കൂടെ പോയാണ് സൈവനാണ് വിളിച്ചുകൊണ്ട് അമ്മയെ കൊണ്ട് ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ ഈ സമാധി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഫോട്ടോ അതും കിട്ടില്ല. അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ, അച്ഛനെ എനിക്കറിയാം, ചേട്ടനെ അറിയാം, സഹോദരി 2 പേരുണ്ട്, ഇളയ ഒരാളുണ്ട്. അത് എവിടെ പോയി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. മൂത്ത ആളാണ് താഴെ താമസിക്കുന്നത്. വീട്ടിൻ്റെ അടുത്തല്ലേ താമസിക്കുന്നത്? അതിപ്പുറത്ത് താമസിക്കുന്നത്. അപ്പം അടഞ്ഞു കിടക്കുന്ന ഒരു വീട്, അത് കൊടുത്ത് വേറെ പാർട്ടി മാറ്റിയിട്ടിരിക്കണം. അവിടെ ഉണ്ട് മൂത്ത സഹോദരി അടഞ്ഞത്. അദ്ദേഹത്തെ അവിടെ കുറേ കാലം ഇരുന്ന് പണി ചെയ്തുകൊണ്ടിരുന്നത് ഭഗവാൻ. പിന്നെ കോലിയക്കോട്ട് ആണ് പണി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് പെരുങ്കുഴിയിൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ അവിടെ കുറേ കാലം പണി ചെയ്തുകൊണ്ട്. പണിയെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു പണിയില്ല. മണിപ്പൂട്ട് വരെ ചെയ്തിട്ടുണ്ട്. മത്സരമാണ്. അത് എന്ത് ചെയ്തെങ്കിലും അത് 100 ആയുസാണ്. ഇന്നും ആ ചരിത്രങ്ങൾ ചിലടത്തൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ കത്തി ഒരു പിച്ചാത്തി അടിച്ചു കൊടുത്താൽ ഞാൻ കത്തി അടിക്കുമ്പോൾ പിന്നീടാണ് ഇതൊക്കെ മതിയാക്കിയതിന് ശേഷമാണ് ഈ റബ്ബർ ഡാം. അത് ഇവിടെ എത്രയോ കാലങ്ങൾ പലയിടത്തും പോയി സഞ്ചരിച്ചതിന് ശേഷം ഇവിടെ ഇടുക്കിയിൽ പോയി മണ്ണ് ചെയ്യുന്ന കാര്യം വരെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി റെയിൽവേക്ക് പണി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒരേ ഒരു ചിങ്ങമാസത്തിലാണ് ഇവിടെ വീട്ടിൽ വരുന്നത്, ഓണത്തിൻ്റെ അന്ന്. അപ്പോൾ വന്നപ്പോൾ അമ്മയ്ക്ക് അറിഞ്ഞൂടാ, ആളിനെ അറിഞ്ഞൂടാ, പ്രാകൃതമായി. അത് തമിഴ്നാട്ടിലെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് വരുമ്പോഴല്ലേ? അല്ല, അത് ഗുരുവിൻ്റെ അടുത്ത് പറ്റും. ഗുരുവിൻ്റെ കാര്യം പിന്നെ പറയാം. ഇത് വന്നപ്പോഴത്തേ അമ്മയ്ക്ക് അറിഞ്ഞൂടാ, ആൾ അതാരും വിഷക്കാരൻ വന്നിരിക്കണം, ഓണമായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞ് എനിക്കറിയാമോ, എല്ലാത്തും അറിഞ്ഞൂടാ. അങ്ങനെയാണ് അന്ന് ഇരുന്നത്. അമ്മയ്ക്ക് വരെ അറിഞ്ഞൂടായിരുന്നു. അന്ന് അങ്ങനെ ഇവിടെ അങ്ങോട്ട് വെളിയിൽ അങ്ങോട്ട് കിടന്ന് അന്ന് പിന്നീടാണ് അങ്ങോട്ട് യാത്ര ചെയ്യും. അപ്പോൾ സഞ്ചാരമാണല്ലോ അദ്ദേഹത്തിന്. എല്ലാ സ്ഥലത്തും അദ്ദേഹം പോകാത്ത സ്ഥലങ്ങളില്ല. ഈ ഭൂലോകത്ത് അദ്ദേഹം സഞ്ചരിക്കാത്ത ഒരു സ്ഥലവും ഇല്ല. എല്ലാ അമ്പലങ്ങളിലും എല്ലാം ശാർക്കര ക്ഷേത്രത്തിൽ വരെ പോയി കിടന്നിട്ടുണ്ട്. ശാർക്കര പറമ്പിൽ കിടന്ന് തുടങ്ങിയ അദ്ദേഹം ഒരു അമ്മച്ചി രാത്രി വന്ന് വിളിച്ചിട്ടുണ്ടെന്ന്, നീ ഇവിടെ കിടക്കേണ്ട മകനല്ല, വാ എന്ന് പറഞ്ഞു അകത്തുകൊണ്ടുപോയി. ഭഗവാൻ ഉണർന്നു നോക്കിയ അതിനകത്ത് റൂമിനകത്ത് കിടക്കണം. അതെ, അങ്ങ് അമ്പലത്തിനകത്ത് കിടന്ന് മറ്റേ ഇതും എടുത്ത് ബെഡ്ഷീറ്റല്ല പായും എടുത്ത് കൊടുത്ത് പാത്രത്തിൽ പാൽപ്പായസം കൊണ്ട് കൊടുത്തു. വർഷം തോറും ഞങ്ങൾ ഇവിടുന്ന് പോകും ദാസരം കേൾക്കാൻ. ഞങ്ങളിവിടെ നിൽക്കുന്ന കൊച്ചു പിള്ളേർ, വീരൻപിള്ള, ഞാൻ, ഈ അമ്പിളിയ, പിന്നെ മണാപിള്ള, എല്ലാത്തിനും ഞങ്ങൾ കൊണ്ടുപോകും. അവിടെ പോയി എല്ലാ ഭാഗത്തും കണ്ട് നേരം വെളുക്കുമ്പോൾ അത് എല്ലാ ഘോഷേതരം വന്ന് കയറി കേട്ടാണ് രാവിലെ തിരിഞ്ഞു കാറിൽ വരണം. അങ്ങനെ എത്ര കാലം എല്ലാ വർഷവും മിക്കവാറും പോകുമായിരുന്നു. ഇവിടെ ഉള്ളപ്പോഴൊക്കെ അത് മീനപ്പുരയ്ക്ക് പോകാതിരിക്കില്ല അദ്ദേഹം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ കാര്യം, സമാധിയുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ദിവസമാണ്. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ കാണൂല. അന്ന് ഈ ആശാന്മാരെ ഏൽപ്പിച്ചിരുന്നത് കള്ളിക്കാട്ടുന്ന ചെല്ലേനാശൻ ബാച്ച് അവർ വന്നാണ് ഇവിടെ സമാധി അടക്കം ചെയ്തത്. അദ്ദേഹത്തിന് അച്ഛനാണ്. അദ്ദേഹം അച്ഛനെയും പ്രധാനമാണ് ഗുരു എന്ന് പറഞ്ഞാണ് ഗുരുവിൻ്റെ സമാധിക്ക് പോയത്. അത് ചെയ്തേ പറ്റും അദ്ദേഹത്തിന്. ഗുരുവാണല്ലോ ഏറ്റവും വലുത്, അതിനപ്പുറത്തൊന്നുമില്ലല്ലോ. നമുക്കും അതാണല്ലോ. അച്ഛനും അമ്മയൊന്നും ബന്ധമില്ല അദ്ദേഹത്തിന്. അച്ഛനായാലും ശരി, അമ്മയായാലും സഹോദരങ്ങൾ, അങ്ങനെ ഇപ്പോഴും സഹോദരങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല, അന്നുമില്ല, ഇപ്പോഴും ഇല്ല അദ്ദേഹത്തിന്. മനുഷ്യനല്ലേ അല്ലേ അദ്ദേഹം ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തോന്നാണ്, ഈശ്വരാരാധകർക്കുള്ളതാണ് ഈ സാധനം, അല്ലാതെ വ്യാധിക്കാർക്കുള്ളതോ പാർട്ടിക്കാർക്കുള്ളതോ അല്ല. ഇത് എഴുതിയും വെച്ചിട്ടുണ്ട്. അതെ, ഈശ്വരാരാധന വരിക, അവർ കഴിക്കുക, അവർ ഈശ്വര പ്രാർത്ഥന ചെയ്യുക, പോവുക. അവർക്കുള്ള ആഹാരവും വെള്ളവും വസ്ത്രവും എല്ലാം ഇവിടെ. വസ്ത്രം എല്ലാം കൊടുക്കുന്നില്ല, അവസാനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതെല്ലാം അദ്ദേഹം കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അതിനെ നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ മാത്രം മതി. ഈ ഒരു കാര്യം ഭഗവാൻ തന്നെ എൻ്റെ കൂടി കൊച്ചിലെ പറഞ്ഞ ഒരു കാര്യം ഇപ്പം അണ്ണൻ പറഞ്ഞപ്പോൾ അതിൽ ഇടയ്ക്ക് കയറി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ സ്വാമി ഒരു ദിവസം എൻ്റെ പറഞ്ഞു, പിള്ളേ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അച്ഛനും ഗുരുവും ഒരു ദിവസം സമാധിയാവുകയാണ്, രണ്ടുപേരും ഒരു ദിവസം പോകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലാണ്. അപ്പം ഗുരു എൻ്റെ അടുത്ത് ഞാൻ പോയേ തീരുള്ളൂ, ഞാൻ ചെല്ലാതെ ഗുരു പോവില്ല, ഗുരു സമാധിയാവില്ല, അദ്ദേഹത്തിന് സമാധിയാവും. പക്ഷേ എൻ്റെ അച്ഛനും അന്ന് പോയേ തീരുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പൈസയൊക്കെ ഉണ്ടാക്കി ചെല്ലയനാശാനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ അച്ഛൻ ഇന്ന ദിവസം മരിക്കും, നിങ്ങൾ പോയി അച്ഛൻ്റെ എന്നെ നോക്കണ്ട, അച്ഛൻ്റെ കാര്യങ്ങളിൽ ഒന്നും ഒരു കുറവും വരുത്താതെ എൻ്റെ അച്ഛൻ്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നേരെ ചിന്നപ്പഴത്തേക്ക് നമ്മൾ അടുത്താണല്ലോ. അമ്മയും വീട്ടിലെ അമ്മയൊക്കെ വളരെ അടുപ്പമാണ്, എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു. ഭഗവാൻ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പുറത്ത് ഈ
പണിയൊക്കെ ചെയ്ത് താഴെ ഒരു കമ്മൻകുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് പോയിട്ട് വരാം, അതിലേക്ക് കയറി വരും. അങ്ങനെയാണ് ഇവർ കൂട്ടുകാരായത്. ഇളയ മൂത്ത കണക്ക് കഴിഞ്ഞ് ഒരു കുടുംബക്കാൽ പോലെ കഴിഞ്ഞതാണ്. പിന്നെ പാപം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ വേറെ പണിയൊന്നും അറിഞ്ഞൂടെ, സ്വാമിയുടെ ചേട്ടൻ ദാരിദ്ര്യം കൊണ്ട് അവസാനം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. വിശപ്പ് കൊണ്ടില്ല, വിശപ്പ് കൊണ്ട് അന്നൊന്നും ഇല്ല. പിന്നെ ചെറിയൊരു കൂട്ടുപിച്ചാത്തി അടിച്ച് അമ്മ പോത്തം കൊണ്ട് കൊണ്ടുപോയി വിറ്റിട്ടാണ് അന്ന് നല്ല മാറ്റി കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുന്നത്. അന്ന് ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച ഏറ്റവും കൂടുതൽ അനുഭവിച്ച അവരാണ്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഇന്ന് ആവശ്യാനുസരണം